ഹരിയോ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കൊറോണ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലോ അല്ലേ? എങ്ങും പോകണില്ലല്ലോ. അവിടെ ഇരിക്കുന്നതാണ് നല്ലത്. കാരണം സേഫായിട്ട് ഇരിക്കാം അല്ലേ? വെളിയിലിറങ്ങിയ പ്രശ്നം ഓരോരുത്തരുടെ കൊറോണയൊക്കെ ഉണ്ട്, കുറേയൊക്കെ മാറിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് ലോക്ക്ഡൗൺ ഒക്കെ മാറിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. SMS ഒക്കെ കൃത്യമായിട്ട് ഇനിയും പാലിച്ചു തന്നെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു കേട്ടല്ലോ. അതെല്ലാവരും ശ്രദ്ധിക്കുക, വീട്ടിലിരിക്കുക. വീട്ടിലിരുന്ന് എന്തെങ്കിലും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് മിടുക്കരായിട്ട് അവിടെ നിന്ന് വീഡിയോ ഒക്കെ കാണുക. പോകുന്നവർ അത് ബാക്കി കാര്യം ശ്രദ്ധിക്കുക. അവർ വരുന്നുണ്ടെങ്കിൽ കുളിച്ചിട്ടൊക്കെ കയറാനൊക്കെ പറയണം കേട്ടോ, അച്ഛനോടും അമ്മയോടും ഒക്കെ. എന്നാലേ ശരിയാകത്തുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാണ്. വെളിയിലൊക്കെ ഒരു സാനിറ്റൈസറൊക്കെ എടുത്ത് വെക്കുന്നതല്ല. അപ്പോൾ അവർ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ചെയ്തോളൂല്ലോ അല്ലേ? അത് കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറിക്കോളൂ. അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കഴിയുന്നത് നമ്മൾ എല്ലാ തരത്തിലും സൂക്ഷിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇത് വരാതെ നോക്കാം അല്ലേ? പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സ്കൂളിൽ എത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹം നടക്കുമെന്നാണ് കരുതുന്നത്. സേഫായിട്ട് ഇരിക്കും. നിങ്ങളുടെ ആരോഗ്യം മാത്രം, നിങ്ങളുടെ ശ്രദ്ധയിൽ നിങ്ങളുടെ ആരോഗ്യവും പിന്നെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ ഇരിക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഏത് ആണെന്ന് ഓർമ്മയുണ്ടോ? ഇഷയ്ക്ക് ഓർമ്മയുണ്ടായതാണ്. വേദനിക്കുന്ന കുഞ്ഞു ഹൃദയങ്ങൾ. ആരെഴുതിയതാണ് അത്? അദ്വൈത ആരെഴുതിയതാ? മുട്ടത്ത് വർക്കി. മുട്ടത്ത് വർക്കിയുടെ ഒരു പ്രധാനപ്പെട്ട കൊച്ചു പിള്ളേർക്ക് പറ്റിയൊരു നോവലായിരുന്നു ഇത്, ഒരു കുടയും കുഞ്ഞുമങ്ങൾ. അതിലൊരു പാർട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? കുട്ടികളുടെ മനസ്സറിഞ്ഞ് എഴുതിയൊരു കഥ അല്ലേ, ഒരു നോവൽ. 2 കഥാപാത്രങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ അവരുടെ പേരൊക്കെ ഓർമ്മയുണ്ടല്ലോ, ബേബി, ലില്ലി അല്ലേ? പരസ്പരം സഹോദര ബന്ധത്തിൻ്റെ കഥ, തീവ്രമായ സഹോദര ബന്ധത്തിൻ്റെ കഥ പറയുന്ന ഒരു ടെക്സ്റ്റാണ് ഇത്, ഒരു നോവലാണ് ഇത്, ഒരു കുടയും കുഞ്ഞുപെങ്ങളും. അതിലെ ഒരു പാട്ടാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? കഥ എല്ലാവർക്കും അറിയാം. കഥ ഇപ്രാവശ്യം എന്നോട് പറഞ്ഞു തരണേ, എനിക്ക് പറഞ്ഞു തരണേ കഥ. 4 പേര് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞു തരുമല്ലോ. അപ്പം അത് ഇനി നമ്മൾ അതിൻ്റെ ബാക്കി പാട്ടുമാണ്. നമ്മൾ ആദ്യത്തെ പാട്ടിൽ എന്തൊക്കെ പഠിച്ചെന്ന് ഓർമ്മയുണ്ടല്ലോ. എന്തായിരുന്നു സംഭവം? എന്തായിരുന്നു? ഗ്രേസി എന്ന പെൺകുട്ടിയുടെ തല നെറ്റി പൊട്ടിച്ചു അല്ലേ? പെങ്ങളെ കുടയിൽ കയറ്റാത്തത് കൊണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? എവിടെയോ പോയി ഒളിച്ചതെന്ന് നമ്മൾ പഠിച്ചു. അവിടെ നിന്നിട്ട് നമ്മൾ പഠിക്കുന്നത് എവിടെയോ ഒളിച്ചത് അർജുൻ? പൊന്തക്കാട്ടിൽ ഒളിച്ചു അല്ലേ? പൊന്തക്കാട്ടിൽ ഇങ്ങനെ ഒളിച്ചിരുന്നു. രാത്രിയായപ്പോൾ ഒളിച്ചിരുന്നപ്പോൾ അവിടെ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു. അതിനിടയിൽ അവിടുത്തെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ? ചീവീടുകളുടെ ശബ്ദം, മാക്രിയുടെ ശബ്ദം, അതുകൂടാതെ മിന്നാമിനിങ്ങനെ നുറുങ്ങുവെട്ടം, ആകാശത്തിൻ്റെ സൗന്ദര്യം, ഇതെല്ലാം പറയുന്നുണ്ട്. പിന്നെ കാറ്റടിക്കുന്നു അല്ലേ? കാറ്റ് വളരെ തെമ്മാടിക്കാറ്റായിട്ട് അടിക്കുന്നു അല്ലേ? നമ്മളങ്ങനെ അല്ലേ? ഒരു വല്ലാത്ത രീതിയിൽ അടിക്കുന്നു. ഇതൊന്നും കേട്ടിട്ട് അയാൾ ഭയപ്പെട്ടില്ല എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അയാൾ അവിടെ നിന്ന് പല ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും കേട്ടിട്ട് അയാൾ എന്ത് ചെയ്തില്ല? പേടിച്ചൊന്നുമില്ല. അയാൾക്ക് എങ്ങനെയെങ്കിലും പോകണം, ദൂരെ പോകണം. പക്ഷേ അനിയത്തിയോട് പറഞ്ഞിട്ടേ പോകാൻ പറ്റത്തുള്ളൂ അല്ലേ? അല്ല കൊച്ചു വിഷമിക്കും. അതുകൊണ്ട് ഇങ്ങനെ രാത്രി ആകാനിരിക്കുക. ഇടയ്ക്കൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ വിചാരിക്കും ആര് വരുന്നെന്ന്, പോലീസുകാർ വരുന്നെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അല്ലേ? പക്ഷേ അതൊന്നുമല്ല. അത്രയും നേരം അവിടെ ഇരുന്നിട്ട്, പൊന്തക്കാട്ടിൽ തന്നെ ഇരുന്നിട്ട്, പിന്നെ എവിടേക്ക് പോകാനാ? വീട്ടിൽ ചെന്ന പെങ്ങളെ കണ്ട് യാത്ര പറയാനായിട്ടാണ് ഇരിക്കുന്നത്. അത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ആ പ്രകൃതിയുടെ അപ്പോഴത്തെ ഭംഗി, അതായത് രാത്രിയുടെ ഭംഗി ആണ് അവിടെ പറഞ്ഞിരുന്നത് അല്ലേ? മഴ ചാറുന്നു, പിന്നെന്താണ് കാറ്റ്. കാറ്റെന്താ ചെയ്യുന്ന പഠിച്ചത് നമ്മൾ? കാറ്റെന്ത് ചെയ്യുന്ന ഹതിയില പഠിച്ചേ? മരങ്ങളുടെ തുഞ്ചത്തിങ്ങനെ ഇളക്കുന്നു അല്ലേ? അതിനെ വിനോദിക്കുന്നതാണ് പഠിച്ചത്. പിടിച്ച് കുലുക്കി വിനോദിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ മിന്നാമിനി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ടോർച്ച് ലൈറ്റ് പോലെ പോകുന്നുണ്ട്. ചീവീടിൻ്റെ ശബ്ദമുണ്ട്, മാക്രിയുടെ ശബ്ദം അല്ലെ തവളയുടെ ശബ്ദമുണ്ട്, ഇതെല്ലാം ഉണ്ട് അല്ലേ? അപ്പോൾ ചന്ദ്രനാണ് എവിടേക്ക് മറയുന്നെന്നാണ് പഠിച്ചത്. ചന്ദ്രൻ എവിടേക്ക് മറയുന്നു? അലൈന പിന്നെ മേഘങ്ങളുടെ ഇടയിലേക്ക് അല്ലേ? അത് കണ്ടിട്ട് എന്താ തോന്നിയത്? പോലീസുകാരെ പേടിച്ചിട്ടാണോ എന്നൊക്കെ തോന്നി അല്ലേ? അങ്ങനെ പല ചിന്തകളോടും കൂടിയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി എല്ലാവരും ടെസ്റ്റുള്ളവർ ടെസ്റ്റ് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ ടെസ്റ്റ് കിട്ടുമല്ലോ, അടുത്ത ദിവസം തന്നെ ടെസ്റ്റ് കിട്ടുമല്ലോ. എങ്ങും ഒരു വെളിച്ചവും കാണുന്നില്ല. നാട്ടിൻപുറത്തെ എല്ലാ വിളക്കുകളും അണഞ്ഞു. എല്ലാവരും നല്ല ഉറക്കമാണ്.
അപ്പോൾ ഈ ഒരിടത്ത് വെളിച്ചമില്ല, കാരണം എല്ലായിടത്തും എല്ലാവരും ഉറങ്ങുന്ന സമയം പാതിരാത്രിയാണേ, ആ ടൈമിലാണ് ഈ സംഭവം നടക്കുന്നത്. എങ്ങും ഒരു വെളിച്ചവും കാണുന്നില്ല. നാട്ടിൻപുറത്തെ എല്ലാ വിളക്കുകളും അണഞ്ഞു, എല്ലാവരും നല്ല ഉറക്കമാണ്. അവൻ പയ്യെ നടന്നു, പതിയെ തന്നെ പതുക്കെ. ഭയത്തോടും വിറയലോടും കൂടിയാണ് അവൻ പടി കടന്ന മറവ് പറ്റി വീടിൻ്റെ പര്യത്തെത്തിയത്. പര്യത്തെത്തിങ്ങനെ അടുത്ത, വീടിൻ്റെ അടുത്ത എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. പര്യത്ത് വീടിൻ്റെ സമീപത്ത് അടുത്തെത്തി. അപ്പോൾ പതുക്കെ അവൻ പൊന്തക്കാട്ടിൽ നിന്ന് ഇറങ്ങി പതുക്കെ പതുക്കെ നടന്ന അയാൾ താമസിച്ചിരുന്ന അവൻ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തി. അവിടെ എത്തി. പനമ്പു ചെറ്റയുടെ അടുത്ത് നിന്ന് അവൻ ചെവി ഓർത്തു. അപ്പോൾ ഈ പഴയ കൊച്ചൊരു വീടാണ്, ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പോൾ ഉള്ള പോലെ വാർത്തോ വീടൊന്നും അല്ല, സാധാരണ വീടാണ്. പനമ്പ് കൊണ്ടൊക്കെ ഇങ്ങനെ മറച്ച്, പനമ്പെന്ന് വെച്ചാൽ നമ്മുടെ ഓല പോലെ ഒരു വസ്തുവാണ് പനമ്പെന്ന് പറയുന്നത്. അതൊക്കെ വെച്ച് മറച്ചൊക്കെ ഉള്ള വീടാണ്. അപ്പോൾ ഇയാളെന്ത് ചെയ്തു, അടുത്ത് ചെന്ന് അവിടെ ചെന്ന് ഇങ്ങനെ ചെവി ഓർത്തു, സൗണ്ട് വല്ലതും ഉണ്ടോയെന്ന്. പേരമ്മ കൂർക്കം വലിക്കുന്നു. അവരുടെ പേരമ്മ ഭയങ്കര പേടിയാണല്ലേ. പേരമ്മ അപ്പോൾ കൂർക്കം വലിക്കുന്നു. അടുക്കളയുടെ ഭാഗത്ത് നിന്ന് ഏങ്ങലടിക്കുന്ന ശബ്ദം കേൾക്കുക. എല്ലാം കേൾക്കാൻ പറ്റും, കാരണം ഈ പനമ്പും ഓലയൊക്കെ ആകുമ്പോൾ എല്ലാ ഭാഗത്തെയും ശബ്ദം കേൾക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് അയാൾ ശ്രദ്ധിച്ചപ്പോൾ പേരമ്മയുടെ കൂർക്കം വലി കേട്ടു. ഈ പെങ്ങളെവിടെയാണ്, അടുക്കളയുടെ ഭാഗത്ത് ഏങ്ങലടിക്കുന്ന ശബ്ദം കേട്ടു. അത് മനസ്സിലായാൽ തൻ്റെ പെങ്ങളാണ്. അത് ലില്ലിയാണോ? അത് ഉറപ്പായിട്ട്. കാരണം അവൾക്ക് വളരെ വിഷമമുണ്ട്, തൻ്റെ സഹോദരനെ കാണുന്നില്ല അല്ലേ, ഇത്രയും നേരമായിട്ട് സഹോദരൻ വന്നിട്ടില്ല, എവിടെ പോയോ എന്തോ എന്നൊക്കെ അവൻ വെണ്ണമൊക്കെ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയമാണ്. അവൻ പതുക്കെ പെരുവിരൽ, കാലിൻ്റെ പെരുവിരലുണ്ട്, തള്ളവിരലെന്ന് നമ്മൾ പറയുന്നത്, ആ പെരുവിരലിങ്ങനെ എത്തി കുത്തി അടുക്കള വാതിക്കലെത്തി. ചങ്കിടിപ്പോണ്ടവന് മിണ്ടുവാൻ ത്രാണിയില്ലായിരുന്നു. എന്താണ് അവനെങ്ങനെ അവൻ്റെ എന്താണ് നെഞ്ചിങ്ങനെയാണ് ഇടിക്കൊണ്ടുകൊണ്ട് അവന് ഒന്നും പറയാനുള്ളൊരു കഴിവില്ലായിരുന്നു. എന്ത് ചെയ്യണമെന്നും എന്ത് പറയണമെന്നും അറിയത്തില്ല. പതുക്കെ പതുക്കെ ഇങ്ങനെ കാല് ആ ശബ്ദം കേൾക്കാത്ത രീതിയിൽ ഇങ്ങനെ കുത്തി പോയി എവിടെ ചെന്നു, അടുക്കളയുടെ വാതിക്കൽ ചെന്നു. ചങ്കിടിപ്പോണ്ട് അവന് മിണ്ടുവാൻ ത്രാണിയില്ല, മിണ്ടുവാനുള്ളൊരു കഴിവില്ലായിരുന്നു. കുറേയേറെ നേരം അവൻ അങ്ങനെ തന്നെ നിന്നു. ആരാ അങ്ങനെ നിന്നത് ചേച്ചിയുടെ? ബേബി. ആരെ കാണാനായിരിക്കും ബേബി അവിടെ പോയി നിന്നത്? വൈഡൂര്യ സഹോദരിയെ കാണാൻ അല്ലേ, യാത്ര പറയാനായിട്ട്. അവന് പുറമേ നിന്ന് അവനെ പുറമേ നിന്ന് ആരും കാണുകയില്ല. ലില്ലി മോളെ, അവൻ ഒടുവിൽ തീരെ താണസ്വരത്തിൽ വിളിച്ചു. ലില്ലി മോളെ, എവിടെ ചെന്നാ വിളിക്കുന്ന? അടുക്കളയുടെ വാതിൽക്ക് ചെന്നു. ഇച്ചാച്ച. അപ്പോൾ ആ കൊച്ചു വിളി കേട്ടു. ഇച്ചാച്ച എന്നാണ് സഹോദരനെ വിളിക്കുന്നത്. ലില്ലി വിളി കേട്ടു. അവളുടെ സ്വരത്തിൽ പരിഭ്രമവും ഭീതിയും കലർന്നു. കാരണം പേടിയുണ്ട്, കാരണം പേരമ്മ കണ്ടാൽ ഇവർ രണ്ടുപേരെ റെഡിയാക്കും, അല്ല തല്ലും കൊടുക്കും അല്ലേ. അപ്പോൾ അവൾക്കൊരു പേടിയുണ്ട്, പിന്നെ എന്താണ് വിഷമവും എല്ലാം ഉണ്ട്. പരിഭ്രമവും ഭീതിയും കലർന്നു. ഇതേവരെ അവൾ ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. നല്ല സ്നേഹമുള്ള സഹോദരിയല്ല. നിങ്ങൾക്കൊക്കെ അങ്ങനെ സഹോദരിയുണ്ടല്ലോ, സ്നേഹമുള്ള അല്ലേ, നിങ്ങളുടെ കുഞ്ഞു സഹോദരിമാർ അല്ല ചേച്ചിമാരൊക്കെ കാണത്തില്ലേ. ഭീതി. അപ്പോൾ ഇതുവരെ അവൾ ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. എന്തായിരുന്നു ഉറങ്ങാതെ കിടന്നത്? എന്തുകൊണ്ടായിരിക്കും സന ഉറങ്ങാതെ കിടന്നത്? സഹോദരനെ കാണാത്തുള്ള വിഷമമുണ്ട്. ശരിയാ സന പറഞ്ഞത്. അവൾ എണ്ണീറ്റ് പയ്യെ കതക് തുറന്നു. അപ്പോൾ ഇവരുടെ കഥ എന്ന് വെച്ചാൽ നമ്മൾ വലിയ കഥയൊന്നുമല്ല, സാധാരണ കഥമാണ്. അത് കിറുകിറാന്നൊരു ശബ്ദത്തോടു കൂടിയാണ് തുറന്നു. അവൾ പേടിച്ചു, പേരമെങ്ങാനും ഉണർന്നാലോ അല്ലേ. അവളുടെ ദേഹം വിറച്ചു. ചെവി ഓർത്തു പേരമ്മ ഇനി അറിഞ്ഞോ ഇല്ലയോ എന്നുള്ളത്. പേരമ്മയുടെ കൂർക്കവലി കേൾക്കുന്നില്ല. അവർ ഉണർന്നു കിടക്കുകയായിരുന്നു. ബേബി എങ്ങാനും കണ്ടാൽ. അപ്പം ഈ കുട്ടി ഇങ്ങനെ പതുക്കെ കഥവ് തുറന്നപ്പോൾ അവരിയായിട്ട് എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകുന്നതായിരിക്കും വെളിയിലൊക്കെ. നമ്മളിപ്പോഴത്തെ പോലെ ബാത്റൂമൊന്നും അകത്തൊന്നുള്ള സമയമല്ല, ഇല്ല, അവരുടെ വീട്ടിലില്ല. വെളിയിൽ അങ്ങനെ വല്ല കാര്യത്തിനും പോകുമായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനായിരിക്കും. അപ്പോൾ അവർ ഈ ശബ്ദം കേട്ട് അവർ ഉണർന്നു, പക്ഷെ അവർ എണ്ണിച്ചൊന്നും വന്നില്ല. അവളെ പതുക്കെ കഥ ഒന്നും അടച്ചു വെച്ചിട്ട് ബേബി എങ്ങാനും കണ്ടാൽ അവർ തല്ലി കൊന്നു കളയും കേട്ടോ. അത്രയ്ക്ക് അവർക്ക് ദേഷ്യം ഉണ്ടാകണ്ട. കാരണം ഈ സംഭവങ്ങൾ അത്ര കണ്ട് കോപിച്ചിരിക്കുകയാണെന്ന് ലില്ലിക്ക് അറിയാം. അതുകൊണ്ടാണ് അവളിങ്ങനെ പേടിച്ച് വരച്ചത്. അവൾക്ക് എന്താ പേടി വന്നത്? പേരമ്മ എങ്ങാനും അബദ്ധവശാൽ നമ്മുടെ ഈ കുട്ടിയെ കണ്ടാൽ, ബേബിയെ കണ്ടാൽ നല്ല തല്ലും കൊടുക്കും, വേണം കൊല്ലുകയും ചെയ്യും. അങ്ങനെയാണ് അവർ അതുപോലത്തെ ഒരു കാരണം രാവിലെയാണ് സംഭവമല്ലേ. ആ നാട്ടുകാരൊക്കെ അവരോടായിരിക്കുമല്ലോ ചോദിച്ചത്. ഒരു കൊച്ചിൻ്റെ തല എന്താ നെറ്റി പൊട്ടിച്ച കാര്യമൊക്കെ ചോദിച്ചോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആകപ്പാടെ ദേഷ്യത്തിലിരിക്കുകയാണ് അവർ. എന്ത് ചെയ്യും അവരിപ്പോൾ അവർ കിട്ടിയാലുണ്ട് നമ്മളിവിടെ ഇല്ലേ റെഡിയാക്കി തരുമെന്ന് പറയത്തില്ല, അതുപോലെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൾ പേടിച്ച് വിറച്ചത്. എത്ര നേരം ആ കുട്ടികൾ അങ്ങനെ നിശ്ചലരായി. കുറച്ചു നേരം അവർ രണ്ടുപേരും ഇങ്ങനെ അനങ്ങാതെ നിന്നു എന്നറിഞ്ഞില്ല.
പേരമ്മ വീണ്ടും കൂർക്കമ്പലി. അപ്പോൾ അവർ വീണ്ടും കിടന്നുറങ്ങി. കേട്ടാ, അവർക്ക് ഉറക്കം വന്നുകൊണ്ട് അവർ കിടന്നുറങ്ങി. ഉറങ്ങി. കൂർക്കമ്പലി ആരംഭിച്ചപ്പോഴാണ് ലില്ലിക്ക് അല്പം ധൈര്യം വന്നത്. കാരണം പേരമ്മയെങ്ങാനും കണ്ടാൽ അവരെ അടിക്കുമെന്ന് അറിയാം. അതുകൊണ്ട് അവരുറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ അവൾ മെല്ലെ പതുക്കെ മുറ്റത്തോട്ടിറങ്ങി. ആ തിണ്ണയിൽ നിന്ന ആൾ മുറ്റത്തോട്ടിറങ്ങി. ഇച്ചാച്ച, ലില്ലി, രണ്ടുപേരും അങ്ങ് വിഷമത്തിലാണ് ആ വിളിയൊക്കെ. ഇച്ചത്തിന് എവിടെ ആയിരുന്നു? ഇങ്ങോട്ട് മാറി നിൽക്കൂ, പേരമ്മയെങ്ങാനും കണ്ട. അപ്പോൾ അവൻ പറഞ്ഞു, നീ ഇങ്ങോട്ട് മാറി, ഇച്ചത്തിന് എവിടെ ആയിരുന്നു? അപ്പോൾ അവൻ പറഞ്ഞു, പേരമ്മയെങ്ങാനും കണ്ടാലോ, നീ ഇച്ചിരി കൂടെ അങ്ങോട്ട് നീങ്ങിന്നേ, ഇങ്ങോട്ട് നീങ്ങിക്കാൻ പറഞ്ഞു. അവർ മുറ്റത്തിൻ്റെ അപ്പുറത്തുള്ള ഒരു കോഴിക്കൂടുണ്ട്. അവർ കോഴിയൊക്കെ വളർത്തുന്നുണ്ട്. ആ കോഴിക്കൂടിൻ്റെ അടുത്ത് മറവിൽ ചെന്നിങ്ങനെ നിന്നു. പേരമ്മ വാതിൽക്കൽ വന്ന് നിന്ന് നോക്കിയാലും അവരെ ഇനി അഥവാ അവരെ നോക്കിയാലും കാണത്തില്ല. ആ കോഴിക്കൂടിൻ്റെ മറവിലാണ് അവർ വന്ന് നിന്ന്. ആരൊക്കെയാണ്? എന്തിനാ? ആരൊക്കെയാണ് നിന്നെന്ന് പറഞ്ഞേ? ലില്ലിയും ബേബി അല്ലേ? ബേബി ഇപ്പോൾ എവിടെ പോകാൻ പോവാ അതറിയാവോ? എവിടേക്കോ പോകാൻ പോവാണ്. അത് യാത്ര പറയാൻ വന്നതാണ്. ആരോട്? ലില്ലിയോട് അല്ലേ? അതിശവ. അവൻ മുറ്റത്തിൻ്റെ അപ്പുറത്തുള്ള കോഴിക്കൂടിൻ്റെ മറവിൽ ചെന്ന് നിന്നു. പേരമ്മ വാതിൽക്കൽ വന്ന് നിന്ന് നോക്കിയാലും അവരെ കാണുകയില്ല. ഇച്ചത്തിനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയോ? ഇല്ല, കൊണ്ടുപോയൊന്നുമില്ല. നീ എന്തിനാ ഏങ്ങലടിച്ചത്? ലില്ലിക്ക് വീണ്ടും കരച്ചിൽ വന്നു. അവളിങ്ങനെ ഏങ്ങിയൊക്കെ കരയാൻ. നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് എന്തിനാ? അപ്പോൾ അവൾക്ക് വീണ്ടും വിഷമം വന്നു. അവൾക്കറിയാം തൻ്റെ സഹോദരൻ ചിലപ്പോൾ അടികിട്ടി കാണും, അല്ലെങ്കിൽ സഹോദരൻ എവിടെയെങ്കിലും പോകുമോ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ചിന്തകളാണ് അവരുടെ മനസ്സിലുള്ളത്, ലില്ലിയുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് അവളിങ്ങനെ ഏങ്ങലടിച്ച്, കൊച്ചുകുട്ടിയല്ലേ, ഏങ്ങലടിച്ച് കരയാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ സന്ദർഭം എന്ന് പറയുന്നത് എന്താണ്? ബേബി അവിടെ നിന്ന് യാത്ര പോകാൻ പോവുകയാണ്. അല്ലെങ്കിൽ എവിടാണെന്നൊന്നും പറയുന്നില്ല, എവിടേക്കോ പോകാനായിട്ട് പോവുകയാണ്. പക്ഷെ തൻ്റെ സഹോദരിയുടെ യാത്ര പറയണം, അത് അത്യാവശ്യമാണ് അല്ലേ? അതിനുവേണ്ടിയാണ് ഇത്രയും നേരം രാത്രി മുഴുവൻ അവിടെ ഇരുന്നത്. അപ്പോൾ എന്തൊക്കെ ഇരുന്നിട്ട് വന്നു. എന്ത് ചെയ്തു? ആദ്യം എവിടോട്ടാ വന്നേ? ആ വീടിൻ്റെ മുന്നിലെത്തി അല്ലേ? എന്നിട്ട് ശബ്ദം വല്ലതും കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് കൊച്ചടുക്കള ഭാഗത്താണ് കിടക്കുന്നത് അല്ലേ? അനിയത്തി അടുക്കള ഭാഗത്താണ് കിടക്കുന്നത്. അവിടെ ചെന്നു വിളിച്ചപ്പോൾ അവൾ പതുക്കെ കഥവ് തുറന്ന സഹോദരൻ്റെ അടുത്ത് എത്തി അല്ലേ? അപ്പോൾ ഇടയ്ക്ക് നോക്കി പേരമ്മ കൂർക്കം വലിച്ചു. പേരമ്മ എന്ത് ചെയ്യായിരുന്നു? കൂർക്കം വലിച്ചുറങ്ങിയായിരുന്നു അല്ലേ? ഉറങ്ങുമായിരുന്നു എങ്കിലും ശ്രദ്ധിച്ചു. ചിലപ്പോൾ എങ്ങാനും ഉണർന്ന് വന്ന പ്രശ്നമാണ്. കാരണം എന്താണ്? രണ്ടിനെ അടിക്കും. അതുകൊണ്ട് രണ്ടിനോട് ദേഷ്യമാണ് അവർക്ക് ദേഷ്യമാണ്. പിന്നെ ഈ സംഭവം കൂടെ ആയപ്പോഴത്തേക്കും ഒന്നുകൂടെ ദേഷ്യം. അങ്ങനെയാണല്ലോ അല്ലേ? ചിലപ്പം ഒരടി കിട്ടാനിരുന്ന് അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒപ്പിച്ച് കഴിഞ്ഞാൽ അതിന് ബാക്കി അടി കൂടെ കിട്ടും, അതിനുള്ള കാര്യങ്ങൾ ഒപ്പിച്ച് കൊടുത്താൽ. അപ്പോൾ ഇവിടെ വലിയൊരു കാര്യമാണ് നടന്നു. ആൾക്കാരൊക്കെ ഇയാളെ തിരഞ്ഞു നടക്കുമായിരുന്നു, പക്ഷെ കിട്ടിയില്ല ആളിനെ. അപ്പോൾ എന്ത് ചെയ്തു? ഈ സഹോദരിയുടെ അടുത്ത് വന്നിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, നീ എന്തിനാ കരയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇച്ചാച്ചൻ എവിടെ ആയിരുന്നു ഇത്ര നേരം? ഞാൻ എത്ര നേരമായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയും അല്ലേ? പേരമ്മ എങ്ങാനും കണ്ടാലോ എന്ന് പേടിച്ച് അവരെവിടെ പോയാൽ നിന്നത്? അവരെവിടെ പോയാൽ നിന്നാ വിഷ്ണു പറഞ്ഞേ? കോഴിക്കൂടിൻ്റെ അടുത്ത് പോയി. അവരുടെ വീടിൻ്റെ കോഴിയുണ്ട്, അതിൻ്റെ കൂടിൻ്റെ കുറച്ചടുത്ത് അങ്ങോട്ട് മാറി നിന്നു. കാരണം പേരമ്മ കതവ് തുറന്നാലും ഇവരെ കാണത്തില്ല. അതുകൊണ്ടാണ് അവരവിടെ പോയി നിന്ന് കാര്യങ്ങളൊക്കെ എന്താണ് രണ്ടുപേരും കൂടെ വർത്തമാനം കാര്യങ്ങൾ പറയാൻ പോണതേ ഉള്ളൂ. എന്ത് സംഭവിച്ചു? അപ്പോൾ അവൾ ചോദിച്ചെന്താണ്? ചാച്ചനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയോ? അപ്പോൾ അവന് ഇല്ല. നീ എന്തിനാ കരയുന്നെങ്ങനെ? എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. എന്തിനാണ്? അവൾക്ക് വിഷമം. സഹോദരനെ ഇനിയിപ്പോൾ ഉടനെ കാണാൻ പറ്റുമോന്നൊന്നും അറിയത്തില്ല. എന്താ സഹോദരൻ പറയാൻ പോകണമെന്ന് പോലും അറിയത്തില്ല കൊച്ചിന്. ഇത്രയും നേരം കാണാത്തതിലുള്ള വിഷമത്തിലിരിക്കുകയായിരുന്നു അല്ലേ? അങ്ങനെ അവൾ വീണ്ടും ഏങ്ങലടിച്ച് കരയാനായിട്ട് തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് ഓർത്തിരിക്കണം. ബേബിയും ലില്ലിയും എന്താണ് സംഭവം എന്ന് ഓർത്തിരിക്കണം. ഇപ്പോൾ ഇനി എന്താണ് യാത്ര പറയാൻ വന്നത് എന്നുള്ള കാര്യമൊക്കെ ഓർത്തിരിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ലില്ലിയെ എവിടെയായിരുന്നു കിടന്നിരുന്നതെന്നാണ് നമ്മൾ പഠിച്ചത്. ലില്ലി എവിടെ കിടന്നെന്നാണ് അവരെ പഠിച്ചത്. ഇപ്പോൾ എവിടെയാണ് ഹീര? വീടിൻ്റെ അടുക്കള ഭാഗത്താണ് കിടന്നത് അല്ലേ? പേരമ്മ എന്ത് ചെയ്യുമായിരുന്നു ആ സമയത്ത്? പേരമ്മ എന്ത് ചെയ്യുമായിരുന്നു? കൂർക്കം വലിച്ചിരുന്ന് ഉറങ്ങായിരുന്നു അല്ലേ? ഇവർ കാണാതെ എവിടെ പോയാൽ നിന്നേ? എവിടെ പോയാൽ അവർ നിന്നെന്ന് ഓർമ്മിക്കുന്നുണ്ടോ? എവിടെ പോയാൽ നിന്നെല്ലാം നിന്നേ? കോഴിക്കോടിൻ്റെ അടുത്ത് പോയിട്ട് നിന്നു അല്ലേ? അവിടെ നിന്നിട്ടാണ് അവർ സംസാരിച്ചത്. കാര്യങ്ങൾ മുഴുവനായിട്ടില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തിനാ നീ കരയുന്നതെന്നൊക്കെ ചോദിച്ചു അല്ലേ? അതേ ചോദിച്ചുള്ളൂ, വേറെ ഒന്നും ചോദിച്ചില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ? സഹോദരൻ്റെ സ്നേഹമുള്ള, അല്ലെങ്കിൽ പിന്നെ അയാൾക്കും ഓടിപ്പോയാൽ പോരായിരുന്നു എവിടോട്ടെങ്കിലും.
അല്ലേ? പക്ഷെ അതിൽ തിരിച്ചു വന്ന് തൻ്റെ സഹോദരിയെ കണ്ട് കാര്യങ്ങൾ പറയണമെന്നായാലും മനസ്സിൽ തന്നെ വിചാരിച്ചു. അല്ലെങ്കിൽ ആ കുട്ടി വിഷമിക്കും അല്ലേ? അവൾ ഇനിയിപ്പോൾ ഉടനെ ഒന്നും ഇവർ കാണുന്നില്ല. എവിടെ വേണേലും പോവാം. അയാൾ എവിടേക്കോ പോകാൻ പോവാണ് ബേബി അല്ലേ? അതുകൊണ്ട് ഇനി ഒരിക്കലും കാണാൻ പറ്റുമോ എന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് യാത്ര പറയാനായിട്ട് വരികയാണ്. പേരമ്മ അറിയാതെ പോകാൻ പറ്റത്തുള്ളൂ. പേരമ്മ അറിഞ്ഞു പോകാൻ പറ്റത്തില്ല. പേരമ്മ അറിഞ്ഞാൽ നല്ല അടിയും കൊടുത്ത് അവിടെ ഇടും അല്ലേ? പൂട്ടിയിടും വേണമെങ്കിൽ. അപ്പം അതുകൊണ്ട് പേരമ്മ അറിയാതെ എവിടേക്കോ പോവുകയാണ്. അപ്പോൾ എല്ലാവരിൽ നിന്നും രക്ഷപ്പെടണം. പോലീസുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഒക്കെ രക്ഷപ്പെടണം. അതിനുവേണ്ടിയാണ് പോകുന്നത് അല്ലേ ഗൗരി? അതിന് പോകാനായിട്ട് അനിയത്തിയോട് യാത്ര പറയും. ആ സ്നേഹബന്ധം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അല്ലെങ്കിൽ അങ്ങ് പോയാൽ മതി അല്ലേ? അപ്പം നമ്മുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെ അല്ലേ ഒരു വിത്ത് പാകാനായിട്ട് ആര് ശ്രമിച്ചു? ഇവിടെ ശ്രീ മുട്ടത്തുവർക്കി ശ്രമിച്ചു. കുട്ടികളുടെ മനസ്സിൽ അല്ലേ സ്നേഹബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കി തരാനായിട്ടാണ് ശ്രമിക്കുന്നത് ഈ ഭാഗത്ത് അല്ലേ? അതുകൊണ്ടാണ് ആ കുട്ടി തിരിച്ചു വന്ന് പൊന്തക്കാട്ടിൽ പേടിച്ചാണേലും അവിടെ ഇരുന്നിട്ട് രാത്രി വന്ന് പാതിരാത്രി വന്ന് അനിയത്തിയോട് യാത്ര പറയാൻ വന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയത്. എന്തെങ്കിലും മനസ്സിലാവേണ്ട ഇൻട്രാക്റ്റീവ് ക്ലാസ് വരുമ്പോൾ ചോദിക്കണം. അതുപോലെ തന്നെ ഇത്രയും ഭാഗം വായിച്ചുകൊണ്ട് വരാം. എല്ലാവരെയും കൊണ്ട് വായിപ്പിക്കും. എല്ലാവരെയും കൊണ്ട് ഏത് ഭാഗമെന്ന് പറയുന്നില്ലെങ്കിലും ഓരോ ഭാഗമായിട്ട് ചെറിയ 3-4 സെൻറ്റൻസെങ്കിലും വായിക്കേണ്ടി വരും കേട്ടോ. അതെല്ലാം ചെയ്യുമല്ലോ എല്ലാവരും. ഇനി ബോർഡിൽ കിടക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. ത്രാണി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ശക്തി. ത്രാണി ഇല്ലായിരുന്നു നമ്മൾ പഠിച്ചില്ല. ശക്തി ഇല്ലായിരുന്നു, കഴിവില്ലായിരുന്നു എന്നൊക്കെ അർത്ഥം. പകരം പദം രശ്മി, കിരണം. ഒന്നിലധികം അർത്ഥം. അടിയുടെ ഒരർത്ഥം. ഇവിടെ അടി ഇവിടുത്തെ അർത്ഥം എന്താ? തല്ല. അല്ലാതെ നമ്മൾ ഒരടി വെച്ചു നീങ്ങി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പാദം അല്ലേ? അതാണ് ഒരു കാല് മുന്നോട്ട് വെക്കും. അതിനൊരു അടി എന്ന് പറയാറുണ്ട് അല്ലേ? 3 അടി ഭൂമി അല്ല 3 അടി ഭൂമിയായിരുന്നു ആര് ചോദിച്ചത്? വാമനൻ ആരോട് ചോദിച്ചത്? മഹാബലിയോട്. ഓർമ്മയുണ്ടോ? ഓരോ പാദങ്ങൾ ഇങ്ങനെ എടുത്തു വെക്കുന്ന കാര്യമൊക്കെ കൊച്ചിലെ പഠിച്ചിട്ടില്ലേ? ഓണമായിട്ട് ബന്ധപ്പെട്ട കഥയിൽ. അപ്പോൾ 3 പാദങ്ങൾ വെച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. പിന്നെന്താണ്? രാത്രിയുടെ വിപരീതം എന്താണ്? പകൽ. വെളിച്ചം, ഇരുട്ട്. രാത്രി, പകൽ, വെളിച്ചം, ഇരുട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. കഥ എപ്പോഴും ഓർത്തിരിക്കണം. ഈ കഥ നല്ലോണം ഓർത്തിരിക്കണം. ആരെങ്കിലും ചോദിച്ചാൽ കഥ പറഞ്ഞു കൊടുക്കണം. അപ്പം 4 പേര് കഥ പറയാൻ റെഡി ആയിട്ടുണ്ടല്ലേ? അപ്പോൾ ഇനി അടുത്ത 2 പേരും കൂടെ കഥ പറയാൻ റെഡിയാവുക. അങ്ങനെ കുറേ പേര് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാവും. ആരെങ്കിലും ഇനിയും കഥ അറിയാൻ മേത്തരുണ്ടെങ്കിൽ, കഥ മുഴുവൻ അറിയാൻ മേത്തരുണ്ടെങ്കിൽ, അതുകൊണ്ട് അത് പറയുക കേട്ടോ. നല്ലോണം വായിക്കണം. നോട്ടൊക്കെ തരുമ്പോൾ അത് കൃത്യമായിട്ട് എഴുതിയെടുക്കുകയും വേണം. എല്ലാം ചെയ്യുമല്ലോ എല്ലാവരും? ശരി, നന്ദി, നമസ്കാരം.